ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഈ ലോകത്തെ പ്രയാസങ്ങൾ നീങ്ങാനുള്ള വഴി നമുക്ക് പറഞ്ഞു തന്നു ആദ്യം, പിന്നെ പരലോകത്തിന്റേത്. മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ളീഖിൻ മഖറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എന്താ മുഅ്മിനെ, ഇതൊക്കെ ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ പോരാ, നിധികളാണ് ഈ ഹദീസുകൾ. മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ, ആരാണോ ധാരാളമായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അല്ലാഹുമ്മഗ്ഫിർലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേരത്തെ ചൊല്ലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലെങ്കിൽ ഏത് ഭാഷയിലും അല്ലാഹു എനിക്ക് മാപ്പ് തരണേ, എനിക്ക് പുറത്തു തരണേ, നീ എന്നോട് ക്ഷമിക്കണേ എന്ന് ആരെങ്കിലും അല്ലാഹുവിനോട് മാപ്പിരക്കുന്നത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ സങ്കടങ്ങളിൽ നിന്നും അല്ലാഹു മോചനം നൽകും. ഡിപ്രഷന് പിന്നെ ഗുളിക കുടിക്കേണ്ട, സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് ഉറക്കം വരാത്തതിന് നിങ്ങൾ ഗുളിക കുടിക്കേണ്ടതില്ല. എന്ത് വേണം? അല്ലാഹുവിന്റെ ദീനിന്റെ ഈ ഒരു അത്ഭുതകരമായ ഹബീബിന്റെ സുന്നത്തൊന്ന് പരീക്ഷിച്ചു നോക്കി, ഡോക്ടറെ കണ്ടോളൂ, ചികിത്സിച്ചോളൂ, കുഴപ്പമില്ല, ചികിത്സിക്കണമെന്നാണ് വിധങ്ങൾ പറഞ്ഞത്. എന്നാൽ ആവശ്യങ്ങൾക്ക് ചികിത്സിക്കണം, ചെറിയ നിസ്സാര വിഷയങ്ങൾക്ക്. ഹമ്മാണ്, ഗമ്മാണ്, ടെൻഷനാണെന്ന് പറഞ്ഞ് ഗുളിക അങ്ങനെ ജീവിതകാലം മുഴുവൻ കുടിക്കുന്ന എത്രയോ പെൺകുട്ടികൾ, ചെറുപ്പക്കാരെ അറിയണം. നിങ്ങൾ ചൊല്ലേണ്ടത് ഇത്ര അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മാഫ് തരണേ റബ്ബേ എന്ന് പറഞ്ഞാൽ അല്ലാഹു ടെൻഷൻ ഒഴിവാക്കി തരും. വമിൻ കുല്ലി ളീഖിൻ മഖറജ, എല്ലാ ഇടുങ്ങിയ സന്ദർഭങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് വാതിലുകൾ തുറന്നു തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴികളിലൂടെ അവർക്ക് കച്ചവടം വരും, ജോലി കിട്ടും, അല്ലാഹു റിസ്ക് തരും, അല്ലാഹു ഭക്ഷണം തരും, അല്ലാഹു നിങ്ങൾക്ക് തരേണ്ട എല്ലാ സസ്റ്റനൻസും നിങ്ങൾക്ക് തരും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജഅഫർ അസ്-സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ നസലത് സാഇഖത്തുൻ മിനസ് സമാ ലഅസാബത് കുല്ലൻ നാസ് ഇല്ലൽ മുസ്തഗ്ഫിറ. ജഅഫർ അസ്-സാദിഖ് എന്നവർ സയ്യിദാണ്, തങ്ങളാണ്, നമ്മുടെ സലഫ് സ്വാലിഹീങ്ങൾ കഴിഞ്ഞ പ്രഗൽഭനാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവർ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. നമുക്ക് നടക്കുമ്പോൾ ചൊല്ലിക്കൂടെ, ഉമ്മമാർക്ക് അടുക്കളയിൽ ഇരുന്ന് ചൊല്ലിക്കൂടെ, മക്കളെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കുമ്പോൾ ചൊല്ലിക്കൂടെ, നടന്നു വരുമ്പോൾ ചൊല്ലിക്കൂടെ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചൊല്ലിക്കൂടെ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നാരെങ്കിലും ചൊല്ലിയാൽ ലൗ നസലത് സാഇഖത്തുൻ മിനസ് സമാ, ആകാശത്ത് നിന്നൊരു ഉൽക്കവർഷം എന്ന് വിചാരിക്കട്ടെ, ഏതെങ്കിലും ഒരു സ്പേസിലെ ഒരു റോക്ക്, ഏതെങ്കിലും ഒരു വലിയ ഗോളമോ ഒരു ശിക്ഷയോ ആകാശലോകത്ത് നിന്ന് ഇറങ്ങുകയാണെന്ന് വിചാരിക്കുക. ലഅസാബത് കുല്ലൻ നാസ്, എല്ലാ ജനങ്ങളെയും അത് ബാധിച്ചാൽ തന്നെയും ഇല്ലൽ മുസ്തഗ്ഫിറ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലുന്ന ആ ആൾക്ക് മാത്രം അത് തട്ടാതെ ബാക്കി മുഴുവൻ ആളുകൾക്ക് ആ അപകടം സംഭവിച്ചാലും ഒരു വിപത്തിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ രക്ഷപ്പെടുമെന്ന് മഹാനായ ജഅഫർ അസ്-സാദിഖ് റളിയല്ലാഹു തആല അൻഹു ശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആശയം ഖുർആൻ ശരിവെച്ചതാണ്. സൂറത്തുൽ അൻഫാൽ, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. പാപമോചനം ചോദിക്കുന്ന കാലത്തോളം അല്ലാഹു ശിക്ഷിക്കൂല നബിയേ. അല്ലാഹുവിന്റെ അദാബ് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചതിന് മറുപടിയാണിത്. മുത്തുനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ, വിശ്വസിക്കാതിരിക്കുന്നവർ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർ, പടച്ചവനില്ല എന്ന് പറയുന്നവർ, ഒന്നിലേറെ ദൈവങ്ങളുണ്ടെന്ന് പറയുന്നവർക്ക് എങ്ങാനും ശിക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അതിങ്ങോട്ട് വരട്ടെ, എന്താ വരാത്തത് എന്ന് ചോദിച്ചു നൽകിയ മറുപടിയാണത് നബിയെ. അവർക്കിടയിൽ അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലാഹു അവരെ ശിക്ഷിക്കില്ല നബിയെ. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ.
ഇസ്തിഗ്ഫാർ ചെയ്യുന്ന കാലത്തോളം അല്ലാഹു അവർക്ക് ശിക്ഷ ഇറക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു അറാബിയോട് എന്താണ് അറബ് നാടുകളിൽ, ഗൾഫ് നാടുകളിൽ അല്ലെങ്കിൽ മലയോരങ്ങളിൽ അറാബി താമസിച്ചിരുന്ന പ്രദേശം, ഗൾഫ് നാടുകൾ കാണാത്തവർ കുറവായിരിക്കും. അറാബിയോട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ നാടുകളിൽ മഴ പെയ്യാത്തത്? അറാബിയുടെ മറുപടിയാണത്. ഞങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുന്ന പരിപാടി നിർത്തിപ്പോ ഇസ്തിഗ്ഫാർ ചെയ്യാറില്ല. കാലം കഴിഞ്ഞാൽ എഴുന്നേറ്റോടുകയാണ്. ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, എല്ലാ ഫർള് നിസ്കാരത്തിന്റെയും പിറകിൽ ചെയ്യുന്ന ദുആഇന് പ്രതിഫലമുണ്ടെന്നും അള്ളാഹു ഉത്തരം നൽകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ആ പ്രാർത്ഥനകൾ നിർവഹിക്കാതെ എഴുന്നേറ്റോടുന്നവർ, ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കുന്നവരെ ഞങ്ങൾ ആ പണി നിർത്തിയപ്പോൾ ഞങ്ങൾക്ക് അല്ലാഹു മഴ തരുന്നതും നിർത്തിയെന്ന് ആ വാക്കിന് മറുപടി പരിശുദ്ധമായ നമ്മുടെ ഉലമാഇന്റെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹു നമുക്ക് ഇസ്തിഗ്ഫാർ ധാരാളം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം. യർമൂക്ക് യുദ്ധം 3 ലക്ഷത്തോളം വരുന്ന ശത്രുക്കളുമായി നടന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധം നടക്കുമ്പോ സദസ്സിലുണ്ട്, ആ യുദ്ധത്തിലുണ്ട് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല. ഇവരുടെ സ്വഹാബികളിൽ ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബികളിലെ ഉലമാകളിൽ അറിയപ്പെടുന്ന സ്വഹാബിയാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല. മഹാനവറുകൾ യുദ്ധത്തിലുണ്ടാകുമ്പോ ഖറഅ സൂറത്തുൽ അൻഫാൽ അലാ റൂസിൽ അഷ്ഹാദ്. 3 ലക്ഷത്തോളം വരുന്ന സൈന്യം അവിടെ കാത്തിരിക്കുമ്പോ മഹാനായ മുആദ് എന്നവർ ഖുർആൻ അങ്ങ് ഓതാൻ തുടങ്ങി. സൂറത്തുൽ അൻഫാൽ അങ്ങ് ഓതി. എന്നിട്ട് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രയാസം വരുമ്പോ അങ്ങനെയാണ്. മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ നിന്ന് യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം ചെയ്ത ദുആ പ്രാർത്ഥന പോലെ അർശിന്റെ പുറത്ത് കിടക്കുന്ന അള്ളാഹുവിന്റെ മഖ്ലൂഖുകൾക്ക് അതീതനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർശിന്റെ ദിവനത് കേൾക്കുകയാണ്. അല്ലാഹു തആല അത് കേട്ടു. യർമൂക്കിൽ നിന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ അൻഫാൽ ഓതിയിട്ട് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹാബികളെ പറഞ്ഞോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇസ്ലാമിന്റെ തൗഹീദിന്റെ ആധികാരിക ശിലയാണ് ആ വാക്കുകൾ. ആരാധനക്കർഹനായി സർവശക്തനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സൃഷ്ടാവായ റബ്ബേ, കാരുണ്യവാനേ, നീ തരുന്ന കഴിവല്ലാതെ, നീ തരുന്ന ആരോഗ്യമല്ലാതെ ഞങ്ങൾക്ക് ആരോഗ്യമില്ല പടച്ചവനെ. പറഞ്ഞോളൂ സ്വഹാബാണ് പറഞ്ഞത് പരമാർത്ഥം. 3000-ഓളം വരുന്ന സ്വഹാബിമാർ ഉറക്കെ അങ്ങ് ചൊല്ലാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവര് മാർച്ച് ആരംഭിക്കുന്നു. 3 ലക്ഷത്തോളം വരുന്ന സൈന്യത്തോട് സ്വഹാബിമാർ ഏറ്റുമുട്ടുമ്പോൾ അവരുടെ നാവുകളിൽ വന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഹസമഹും ജമീഅ. യർമൂക്ക് യുദ്ധം 3 ലക്ഷത്തിന് പകരം നിന്ന ആ ഒരു യുദ്ധം വിജയിച്ചത് മുആദ് റളിയല്ലാഹു അൻഹു ഉത്ബോധനം ചെയ്ത അള്ളാഹുവിന്റെ ദിക്റിന്റെ ഫലത്തിലായിരുന്നവത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുന്ന ആളുകൾക്ക് അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വേദന വരുമ്പോ സുബ്ഹാനല്ലാഹ്, വേദന വരുമ്പോ അൽഹംദുലില്ലാഹ്, വേദന വരുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹുവിനെ ചൊല്ലിയുള്ള വചനം, റബ്ബിനെ ഓർക്കുന്നത്. എന്നെന്തേ അല്ലാഹു ഇങ്ങനെ പരീക്ഷിച്ചതെന്ന് പറയല്ലേ. എത്രയോ നമ്മൾ ഓതിയ ഹദീസാണത്. ആർക്കെങ്കിലും അവന്റെ കർമ്മങ്ങൾ ബാക്കിലാണെങ്കിൽ തറവാട് കൊണ്ട് മുന്നിലെത്താൻ നാളെ കഴിയൂല, സർട്ടിഫിക്കറ്റ് കൊണ്ട് മുമ്പിലെത്താൻ കഴിയില്ല, അച്ചീവ്മെന്റുകളെ കൊണ്ട് മുമ്പിലെത്താൻ കഴിയില്ല.
എക്സാമിലെ മാർക്ക് കൊണ്ട് നാളെ മഹ്ശറിൽ മുമ്പിലെത്താൻ കഴിയില്ല. അമല് ചെയ്തോളൂ എന്ന്. ഇതിൽ പരലോകത്തിന്റെ പ്രയാസം നീങ്ങിക്കിട്ടാൻ നമ്മളെ കൊണ്ടാവുന്നത് തഫ്രീജുൽ ഖുർബാത്ത്, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുക. എന്റെ സുഹൃത്തിനോട് ഞങ്ങൾക്ക് ചോദിച്ചു, മകളുടെ കല്യാണം വരികയാണ്, എന്താണ് പ്രയാസം, എന്താണ് ബുദ്ധിമുട്ട്, കല്യാണത്തിനൊക്കെ ഒരുങ്ങിയോ? ഈ ജൂലൈയിൽ ഓഗസ്റ്റിലും എങ്ങാനും കല്യാണം നടക്കുകയാണ്. ആ സുഹൃത്ത് പിന്നീട് എന്നെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, വല്ലാത്ത സന്തോഷം തോന്നി, ഇതുവരെ ആരും എന്നോട് ആ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. പൈസ തരട്ടെ, 10-20 ലക്ഷത്തിന്റെ കടവും ബാധ്യതയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. പറഞ്ഞു, എന്നോട് ഇക്കാലം, അദ്ദേഹം പുറത്ത് വിദേശത്ത് എവിടെയോ ഒരു രാജ്യത്ത്, ഗൾഫിലൊന്നുമല്ല, ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ ആളുകളുടെ വിചാരം വലിയ പൈസക്കാരനാണ്, കയ്യിലൊന്നുമില്ല, കടബാധ്യതയെ കിടക്കുക. ആ മോൾക്ക് കൊടുക്കാൻ ആകെയുള്ളത് 5 പവനോ 6 പവനേ ഉള്ളൂ. നമ്മുടെ ഒരു വടക്കൻ ജില്ലയാണ്, ഇച്ചിരി കൂടുതൽ കൊടുക്കാതെ കല്യാണം തന്നെ നടക്കൂല. അദ്ദേഹം പറയാ, ചോദിച്ചല്ലോ, നിങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ ചോദിച്ചല്ലോ, വല്ലാത്ത സന്തോഷം, ചോദിച്ചല്ലോ. ഇതാരും ചോദിക്കാറില്ല. ചോദിച്ചാൽ പിന്നെ പണിയായി പോവും, പിന്നെ നമ്മൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് മുങ്ങാണ്. നമുക്ക് പറ്റുമെങ്കിൽ കൊടുക്കണം, എന്താ സാധിക്കുമോ? ഇല്ലേ? ഒരു ദുആ കൊടുത്തൂടെ? പടച്ചവനെ നീ അദ്ദേഹത്തിന്റെ പ്രയാസം എളുപ്പമാക്കി കൊടുക്ക്. അള്ളാഹു അദ്ദേഹത്തിനും അതുപോലെയുള്ള എല്ലാവർക്കും അള്ളാഹു നീ പ്രയാസം നീക്കി കൊടുക്കണേ തമ്പുരാനെ. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയാണ്. റമളാനിലൊക്കെ റിലീഫിനിറങ്ങുന്ന നമ്മുടെ പ്രവർത്തകന്മാർ എത്രയാണ് അതിന്റെയൊക്കെ കൂലി? നിയ്യത്ത് നന്നാക്കണം കേട്ടോ. പത്രത്തിൽ വരണം, നമ്മളിത് 1000 കിറ്റ് കൊടുത്തു പോയിട്ടോ, പത്രത്തിൽ തന്നെ വരുള്ളൂ, അള്ളാഹിന്റെ സ്വഹീഫത്തിൽ വരൂല. നല്ല നിയ്യത്തിൽ ചെയ്യാം. മഹല്ലുകളോട് മത്സരിക്കാൻ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുക. പക്ഷെ അത് തഫാഖുറായി പോവരുത്. നന്മ ഞങ്ങൾ കൂടുതൽ ചെയ്യണം എന്ന ആഗ്രഹത്തില് ഞങ്ങളാ ചെയ്തതെന്ന് മേന്മ നടിക്കുക, അല്ലെ? ഞങ്ങൾ ഇത്ര തറുത്തു. അങ്ങനെയാണ് നാട്ടിലൊക്കെ വലിയ പെരുന്നാൾ വിജയിക്കൽ. അങ്ങനെയാ, വാശിപ്പുറത്താണ്, ഇബാദത്തിന്റെ രസത്തിലല്ല. നിങ്ങൾ എത്രണ്ണോ? 8, ഞങ്ങളിതാ 15. എത്ര കിലോ? 2. ഞങ്ങൾ ഓരോ പേർക്ക് 5 കിലോ. അത് വേണ്ട മോമിനെ, അത് വേണ്ട. നമ്മൾ ആരോഗ്യകരമായ മത്സരം, പടച്ചതമ്പുരാൻ കൂലി തരണം എന്ന പ്രതീക്ഷയില് ജനങ്ങളോട് മത്സരിക്കേണ്ട. ജനങ്ങളൊന്നും തരൂല, ജനങ്ങൾ തന്നിട്ട് തീരൂല. ജനങ്ങളുടെ വാക്ക് പ്രശംസ കൊണ്ട് നാളെ മഹ്ശറിൽ കഴിച്ചിലാവാനും കഴിയില്ല. പിന്നെ എന്തിനാ അതിന്റെ ആവശ്യം? صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.